നല്ല അടിപൊളി മണമുള്ള പൊതിച്ചോറ്. ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണ്ടേ? വായോ കാണിച്ചു തരാം. ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കണവ അല്ലെങ്കിൽ കൂന്തൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ വൃത്തിയാക്കി റിങ്ങുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനെ വെച്ച് നമുക്കൊരു നാടൻ കണവ തോരൻ ഉണ്ടാക്കാം. തോരന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് കൊച്ചുള്ളി വേണം. എൻ്റെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഈ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചത്, പിന്നെ ഒരു 3 കഷ്ണം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് കണവ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ പെരുംജീരകപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്താ ഉണ്ടാക്കി തുടങ്ങാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ കടുക് വറുക്കുന്ന മുളക് ഇട്ട് കൊടുത്ത്, നമ്മൾ ഈ കൈ കൊണ്ട് തിരുമ്മി വെച്ചേക്കുന്ന ഈ അരപ്പെല്ലാം ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. വഴറ്റി പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. ഇനി അടച്ചു വെച്ച കൊച്ചുള്ളിയും അരപ്പൊക്കെ ചെറുതായിട്ടൊന്ന് വേകട്ടെ. അടുത്തത് ജസ്റ്റ് നമ്പർ 2 ചേന മെഴുക്കുവരട്ടി. എൻ്റെ ഒരു കുഞ്ഞു ചേന കഷ്ണമുണ്ട്. അവനെ നമുക്ക് ചെത്തി അരിഞ്ഞ് മെഴുക്കുവരട്ടി കഷ്ണങ്ങളാക്കി മാറ്റാം. എന്നിട്ട് ഉപ്പ്, 1 ഇമ്മിണി മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെള്ളം ഒഴിച്ച് ആവിയിൽ വെച്ച് വേവിക്കാം. അപ്പോഴേക്കും അരപ്പൊക്കെ പച്ചമണം മാറി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് കണവ സാറിനെ തട്ടിയിടാം. ഇനി അരപ്പും കണവയും എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കും പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു ശകലം വെള്ളം കണവയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ കണവയുടെ വേവ് ഒരു 16-17 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ എത്ര മിനിറ്റ് നമ്മൾ വേവിച്ചാലും ഈ കണവ റബ്ബറിഷ് ആയിക്കൊണ്ടേ ഇരിക്കും. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുക്കറിലിട്ട് വേവിച്ചിട്ട് പോലും ഈ സാധനം വേവുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. ചേന വേവിച്ച് മാറ്റി വെച്ചിരുന്നു. ഇനി ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ശകലം മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് വിട്ട് വേവിച്ച് വെച്ച ചേന ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് നിരത്തിയിടാം. അങ്ങനെ കണവത്തോരന് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കണവത്തോരൻ്റെ കൂട്ടേജ് എങ്കയോ പോച്ച്. സോ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് പൊതിച്ചോറിൽ പ്രധാനിയായിട്ടുള്ള ചമ്മന്തി. വെറും ചമ്മന്തി അല്ല, വറ്റൽ മുളക് ചുട്ടരച്ച ചമ്മന്തി. ഈ വീട് ഞാൻ കത്തിക്കുമോ? ഇനി നമുക്ക് ഇല വാട്ടണം. ഇല വാട്ടും മുമ്പ് ഇലയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും തേച്ച് ഇലയെ പിടിപ്പിച്ചിട്ട് ഇല വാട്ടുകയാണെങ്കിൽ ഇല പൊട്ടില്ല. അതുമാത്രമല്ല, ഈ രീതിയിൽ വാട്ടി പൊതിയുന്ന പൊതിച്ചോറിനൊരു അപാര മണവും അപാര ടേസ്റ്റുമാണ്. ഒരുപാട് കറികളില്ലെങ്കിലും ഒരു ചമ്മന്തി ആ ഇലയിൽ പൊതിഞ്ഞ ചോറുമാണെങ്കിലും അപാര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വിളമ്പി തുടങ്ങാം. ഈ വിളമ്പി തുടങ്ങുമ്പോൾ ഞാനൊരു കഥ പറയട്ടെ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ 7 പേരായിരുന്നു കൂട്ടുകാർ. 6 ആൺകുട്ടികളും ഞാനും. നമ്മൾ 7 പേരും കൂടെ ആയിരുന്നു എൻ്റെ പൊതി കഴിക്കുന്നത്. അമ്മ ഒരല്പം വലുതാക്കി പൊതി കെട്ടിത്തരും. അത് ഞങ്ങൾ 7 പേരും കൂടി ഉച്ചയ്ക്ക് കഴിക്കും. ആർക്കും അറിയത്തില്ലെങ്കിലും അന്നും ഇന്നും ഓർക്കുമ്പോഴും അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അന്ന് എൻ്റെ വേറെ കൂട്ടുകാരികൾ പറയായിരുന്നു, അവന്മാരിത് കഴിഞ്ഞിട്ട് പുറത്തു പോയി കഴിക്കാറുണ്ട്, നിനക്കിത് കഴിച്ചുകൂടെ, നിനക്കൊന്നും അറിയില്ലല്ലോ, നിനക്ക് വിശക്കില്ല എന്നൊക്കെ. സ്നേഹം കൊണ്ടാണ്. പക്ഷെ അന്ന് ഞാനും ചിന്തിക്കുന്നത്, ഞാൻ 3:30 ആകുമ്പോൾ കോളേജ് വിട്ടാൽ 3:45 ആകുമ്പോൾ ചെല്ലുമായിരുന്നു വീട്ടിൽ. അപ്പോൾ കഴിക്കാമല്ലോ. സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ ഭക്ഷണത്തിൻ്റെതും കൊണ്ടും കണക്റ്റഡ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നും അത് അതുപോലെ തന്നെ പോകും. എവിടെയെങ്കിലും കുട്ടികൾ ഒന്നിച്ചിരുന്ന് പൊതിച്ചോറ് കഴിക്കുന്ന വീഡിയോയോ റീൽസോ ഒക്കെ കാണുമ്പോൾ അവന്മാർ ഒന്നെങ്കിൽ എന്നെ ടാഗ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യും. ഇത് കാണുമ്പം അവർക്ക് എൻ്റെ പൊതിച്ചോറിനെയാണല്ലോ ഓർമ്മ വരുന്നതെന്ന് ഓർക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഈ പെണ്ണെന്തിനാ ചമ്മന്തി പൊതിച്ചോറ് വെച്ചിട്ട് ഈ മോരുകറി എല്ലാം കൂടെ ഒഴിക്കുന്നതെന്നല്ലേ ആലോചിക്കുന്നത്. എനിക്ക് കേട്ടോ, ചമ്മന്തിക്ക് തൈരും പച്ചമോരും മാത്രമല്ല കോമ്പിനേഷൻ, മോരുകറി ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അത്യാവശ്യം ഫാൻ ബേസും ഉണ്ട്. എനിക്കറിയാവുന്ന കുറേ പേർക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും. പൊതിച്ചോറെല്ലാം കെട്ടിത്തീർന്ന് ഞാൻ എൻ്റെ കോളേജ് മെമ്മറീസിലേക്കെല്ലാം പോയി തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി, ഈ പൊതിച്ചോറ് ഞാൻ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. സോ ഈ പൊതിച്ചോറ് എടുത്തുകൊണ്ട് ഞാൻ നേരെ മേളിപ്പോയി.
കുട്ടീസും ചേച്ചിയുമായിട്ടെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് എല്ലാത്തിനും നിരത്തി ഇരുത്തിയപ്പോൾ അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയി കേട്ടോ ഇത് കഴിക്കാനും തുറക്കാനും ഒക്കെ. അങ്ങനെ പൊതിച്ചോറൊക്കെ തുറന്ന് അവരോരോ വഴിക്കൊന്ന് കഴിപ്പ് തുടങ്ങി. ഇതിങ്ങനെയൊന്നും അല്ലടാ കഴിക്കേണ്ടതെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പുവർ GCC കിഡ്സ്, അവർക്ക് എന്ത് പൊതിച്ചോറ്. ഏകദേശം അവരെൻ്റെ പൊതിച്ചോറിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനും ചേച്ചി ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളും വരുത്തി. സംഭവം പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവർ ഹാപ്പി, ഞാൻ ഹാപ്പി.